തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 ബബിൾസ് നാരങ്ങ പൊട്ടിച്ചിട്ട് വരാട്ടാന്നും പറഞ്ഞ് അച്ഛനും മക്കളും കൂടി പോയതാ. ഒരു കവറും സഞ്ചിയൊക്കെ എടുത്ത് പോണ കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു ആ മരം മൊത്തം വെട്ടി അതിൽ ചാക്കിനകത്ത് കയറ്റിയിട്ടേ വരുള്ളൂ എന്ന്. അവിടെ ചെന്നപ്പോൾ ആക്രാന്ത നിറയെ ബബിൾസ് നാരങ്ങ. ഒരുത്തെന്താ കവറിലാക്കുന്നു, സഞ്ചിയിലാക്കുന്നു, ഒരാളിതാ വലിച്ചിടുന്നു. മൊത്തം നിറഞ്ഞു ചാക്കും സഞ്ചി. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിച്ചപ്പോൾ പറയണേ, കുറച്ച് ജ്യൂസ് അടിക്കാം, പിന്നെ കുറച്ച് നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം, പിന്നെ കുറച്ച് ഉപ്പും മുളകും കൂടി തട്ടാം. വന്ന് കയറിയില്ല, കത്തിയെടുത്തു, പണി തുടങ്ങി. ബബിൾസ് നാരങ്ങനെ തലങ്ങും വേലങ്ങും വെട്ടി ശരിയാക്കി. അപ്പോഴേക്കും ഒരു സൈഡിൽ നിന്ന് മുളകും ഉപ്പും റെഡി. പീസാക്കിയതാ. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ വളരെ അത്ഭുതത്തോടു കൂടി നോക്കുന്നവരാണ് 2 പേര്. ഞെക്കിയും അതിനെ ഞെരുക്കിയും പല രീതിയിലും പല കണ്ടുപിടുത്തങ്ങളും നടത്തി. കൂടാണ്ട് ഞാൻ ചെന്നതെന്നറിയോ, ടേസ്റ്റ് നോക്കാൻ. സത്യത്തിൽ അത്യാവശ്യം നല്ല കനപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർക്ക് 3 ഒരു കനപ്പും ഉണ്ടായിരുന്നില്ല. വലിച്ചു വാരി കയറ്റുന്നുണ്ടായിരുന്നു. നാളെ ബാത്റൂമിന് മുമ്പിൽ വൻ ക്യൂ ആകുന്ന ഉറപ്പ്. പക്ഷെ അവർ കഴിക്കണപ്പോൾ നമുക്കും കൊതി തോന്നിട്ടാ. ഞാനും കനപ്പും പുളിയൊക്കെ സഹിച്ച് കുറേയൊക്കെ അങ്ങോട്ട് കുത്തി കയറ്റി. ഈ ആസ്വാദനം കണ്ടില്ലേ, ഇതിന്ന് മനസ്സിലാക്കി കൂടെ ബബിൾസ് നാരങ്ങ ഒരു മനുഷ്യന് എത്ര പ്രിയപ്പെട്ടതാന്ന്.